ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ വിഘ്നയ. ചേച്ചിയോട് പറയാനുള്ള ഇവരിതുവരെ പോയില്ലേ? ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനൊന്നല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ ഇപ്പൊ കണ്ടാൽ കണ്ട് പിടിച്ചിരിക്കാനൊന്നും ഞാൻ നിൽക്കില്ല. ആ എന്നിട്ട് ആ നീ വിട്ടിട്ട് വേണം ഈ തീട്ടായിനെ ചേച്ചി കാണാൻ. കൊള്ളാം, അടിപൊളി. പിന്നെ ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ഓ, ഏട്ടനില്ലാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ഇതൊരു 10-25 പ്രാവശ്യം പറഞ്ഞു. ഞങ്ങൾക്ക് വിശ്വാസമായി, ഏട്ടായി ഇല്ലാണ്ട് മോക്ക് ജീവിക്കാൻ പറ്റില്ല, സമ്മതിച്ചു. പിന്നെ ചേച്ചിക്ക് വേണമെങ്കിൽ ചേട്ടായിനെ വിട്ടു തരാം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായില്ല. ഞാൻ പിടിച്ചു വെക്കത്തൊന്നുമില്ല. എന്താ, നിന്റെ ചേച്ചി അത്ര ദാരിദ്ര്യം പിടിച്ചിരിക്കുകയാണോ? ബുദ്ധിയുള്ള പെണ്ണാണെങ്കിൽ അവനെ ഇനി അടുത്തേക്ക് പോലും അടുപ്പിക്കില്ല. നിനക്ക് വിവരമില്ല, പൊട്ടത്തി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത്. അതെ, അത് മനസ്സിലായി. ഇങ്ങനൊരു കളി കളിക്കുന്നത് എന്തിനാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. കളിയാണല്ലോ ഇപ്പം എല്ലാം. അപ്പം കളിക്ക് വേണ്ടി വേറെ കളികൾ കളിക്കുന്നതിൽ തെറ്റില്ല. അതാണല്ലോ ഇപ്പോഴത്തെ കളി. ഞങ്ങളെ പിന്നാലെ ആരും വരരുത്. ആരാടാ ഈ മരപ്പാഴുകളുടെ പുറകെ അന്വേഷിച്ചു പോണത്? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? വരരുത് എന്ന് ആ പെൺകുട്ടി പറയുന്നത് കേട്ടില്ലേ? എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ആരും അന്വേഷിച്ച് ചെല്ലാത്തതിന്റെ വിഷമം കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ അന്വേഷിച്ചാരും വരില്ലേ എന്ന്. ഈ പൊട്ടന്മാരെ അന്വേഷിച്ച് പോകുന്നവരെ കാണുകയാണെങ്കിൽ, ഇത് വീഡിയോ കാണുന്ന ആൾക്കാരോടാ പറയുന്നത്, അവരെ വഴി കാണുന്ന ആൾക്കാർ സ്പോട്ടിൽ 2 കൊടുത്തേക്കണേ. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലാത്തവന്മാരെ അന്വേഷിച്ച് ആര് പോവാനാ? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? മാത്രല്ല എന്റെ കൂടെ ഏട്ടനും ഉണ്ട്. കഥാനായകൻ ഇരുട്ടത്ത് ഒളിച്ചിരിക്കുക. എന്താ വെളിച്ചത്തേക്ക് വരാൻ പേടിയാണോ? പോണന്റെ 2 ദിവസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് സാലറി കിട്ടുന്ന ഒരു ഡേറ്റിന്റെ രീതിയിലാണ്. തിങ്കളാഴ്ച കിട്ടുള്ളൂ, തിങ്കളാഴ്ച പോവുകയും ചെയ്യും. ഓഹോ ഗൈസ്, ഈ ഒളിച്ചോട്ടം തിങ്കളാഴ്ച വരെ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. പുള്ളിക്കാരിയുടെ സാലറി ഇതുവരെ കിട്ടിയിട്ടില്ല. സാലറി കിട്ടിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒളിച്ചോട്ടം. അപ്പം സാലറി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ ആ വീഡിയോ ഇട്ടത്. പക്ഷേ കിട്ടിയില്ല, ടൈമിന് കിട്ടിയില്ല. ഇനിയിപ്പോൾ സാലറി കിട്ടിയിട്ടേ ഒളിച്ചോടുള്ളൂ. അപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് നേരം കാലം രാഹു കേതു ഒക്കെ നോക്കിയിട്ട് ഒളിച്ചോട്ടം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണല്ലോ, തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം. ഓക്കെ, സാലറി കിട്ടുന്ന ഒരു ഡേറ്റിന്റെ രീതിയിലാണ്. വെയിറ്റ്, നിന്റെ സാലറി കിട്ടിയിട്ട് വേണം ഒളിച്ചോടാൻ. അപ്പോൾ ഈ കൂടെ വന്ന മരക്കഴുതയ്ക്ക് അല്ലെങ്കിൽ പൊട്ടന് ജോലി, കൂലി, വേല, പൈസ ഒന്നുമില്ലേ? അവൻ വെറുതെ നിന്റെ പൈസക്ക് പുട്ടും കടല അടിക്കാൻ വേണ്ടി വന്നതാണോ? എടാ പോയി പണിയെടുത്ത് സമ്പാദിച്ച് തിന്നടാ. സ്വന്തം പണിയെടുത്തിട്ട് ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് തീറ്റി പോറ്റാന്ന് പറയുന്നതിൽ ഒരു ആണത്തുണ്ട്. ഇത് ഭാര്യേൻ്റെ പെങ്ങളെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ചെലവിൽ തിന്ന് ജീവിക്കുക എന്ന് പറയുന്ന സമയത്ത് എന്താണത്താ ഉള്ളത്? നിനക്ക് പോയി ചത്തൂടെ? അങ്ങനെയൊക്കെ ചോദിക്കും. നിനക്ക് പോയി ചത്തൂടെ? നാണക്കേട് തോന്നുന്നില്ലേ? ഒട്ടും നാണില്ലേ? 19 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള ഇഷ്ടം എനിക്ക് 22 വയസ്സ് കളിക്കാനാണ് പറയണത്. 19 വയസ്സ് മുതൽ തുടങ്ങിയ പ്രണയം ഇപ്പൊ 22 വയസ്സായി. ഒരു 20, 21, 22, ഒരു 3 വർഷമായിട്ടുണ്ടാവും. ഈ 3 വർഷം സ്വന്തം ചേച്ചീനെയും അവൻ്റെ ഭാര്യേനെയും 2-3 മക്കളെയും ചതിച്ചിട്ട് അവരാ വീട്ടില് എന്താ അതിന് പറയാ, എന്തെങ്കിലും പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോവും. അവർ എന്താണ് ആദും ഹവയും കളിക്കായിരുന്നു നമുക്ക് വേണമെങ്കിൽ ലഘുവായിട്ട് പറയാം. ആ വീടൊരു ഏതൻ തോട്ടമാക്കിയിട്ട് സാഹചര്യങ്ങൾ മുതലെടുത്തിട്ട് ചുറ്റുള്ള ആൾക്കാരെ മണ്ടന്മാരാക്കിയിട്ട് ഇതിറ്റങ്ങൾ രണ്ടും കൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ അത് തന്നെ. എന്നിട്ട് അത് 3 വർഷമായി ഞങ്ങൾ പ്രണയിക്കുന്നു, ചേച്ചീൻ്റെ ഭർത്താവാണ്, ഞങ്ങൾക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് ഇരുന്ന് പറയണമെങ്കിലുണ്ടല്ലോ, കാണ്ടാമൃഗത്തിനേക്കാളും വലിയ തൊലിക്കട്ടിയായിരിക്കണം. പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാ ഒന്നിനും നിൽക്കരുത്. കാരണം എനിക്ക് എന്റെ ഇഷ്ടമുണ്ട്. എനിക്ക് 22 വയസ്സായിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഒന്നിനും വരരുത്. കാരണം എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോകണം. ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ഒരു ഡയലോഗിലാണ് ഗൈസ് ആ പെൺകുട്ടീൻ്റെ യഥാർത്ഥ ഫേസ് റിവീൽ ആവുന്നത്.
ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. എനിക്ക് 22 വയസ്സായി. 22ാമത്തെ വയസ്സിൽ പക്വത വരില്ല എന്നൊന്നും ഞാൻ പറയില്ല. 18 വയസ്സിന് മുൻപേ പക്വത വരുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളോ നാട്ടിലുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെയാണ് സ്വന്തം ചേച്ചീൻ്റെ ജീവിതമോ അച്ഛൻ്റെ അമ്മേനെയും തലകുനിച്ചോ മക്കളുടെ അയാളിലുണ്ടായ മക്കളുടെ ജീവിതം നശിപ്പിച്ചിട്ടോ ആണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ സ്വാർത്ഥതയുള്ള മൈൻഡ്. ആര് നശിച്ചാലും കുഴപ്പമില്ല, ഞാൻ നന്നാവണം, നന്നായി കണ്ടാൽ മതി. ഇപ്പം വേറെ ഇതൊരു ഓഡിയോ ക്ലിപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. കൂടെ പോയ അവൻ പൈസയൊക്കെ മൊബൈലൊക്കെ വിറ്റ് പൈസയൊക്കെ കയ്യിൽ നിന്ന് തീർന്ന സമയത്ത് ഈ പെണ്ണും അവരും കൂടെ നാട്ടിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് അയാൾ അവളെ ഉപേക്ഷിച്ചിട്ട് പോയി. അവളെ വീട്ടിലും കയറ്റുന്നില്ല, നാട്ടിലും അടുപ്പിക്കുന്നില്ല. ഇപ്പം മുസ്ലിമായിട്ട് മതം മാറാമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ആ പെണ്ണ്. 22ാമത്തെ വയസ്സിലെ പക്വത സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കും എന്ന് തൻ്റെ ഇടത്തോടെ പറഞ്ഞ പെൺകുട്ടീൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. സ്വന്തം ചേച്ചീനെ പറ്റിച്ച് അനിയത്തീൻ്റെ കൂടെ കിടന്ന അവൻ നാളെ നിന്നെ പറ്റിച്ച് പോന്ന് സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ ചോറ് തന്നെയാണ് തിന്നുന്നതെങ്കിൽ ചിന്തിക്കാമായിരുന്നു. പക്ഷെ ചിന്തിച്ചില്ല. അത് നിന്റെ ഭാഗത്തുള്ള വലിയ തെറ്റ്. അപ്പം താൻ ചെയ്ത് താൻ അനുഭവിക്കണമെന്ന് കേട്ടിട്ടുണ്ടല്ലോ, അനുഭവിച്ചോളുക, അങ്ങോട്ട് അനുഭവിച്ചോളുക. പിന്നെ ആ ചേച്ചി, ആ പൊട്ടൻ്റെ ഭാര്യയോടാണ് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് അവൻ ഇനി എങ്ങനെ കരഞ്ഞ് കാല് പിടിച്ചാലും മക്കളെ കാര്യം പറഞ്ഞാലും വീടിൻ്റെ 7 അയലത്ത് എത്തിക്കരുത്, വിളിക്കരുത്. നിങ്ങളൊരു ഭാര്യ ആയിരിക്കാൻ ഭർത്താവിനോട് സ്നേഹം ഉണ്ടാവും, പക്ഷേ സ്വന്തം പെങ്ങളെ കൂട്ടിയിട്ട് പോയ അവന് നാളെ നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ മക്കളെ കൂട്ടിയിട്ട് പോകാനോ കൂടെ കിടത്താനോ ഒരു മടി ഉണ്ടാവില്ല. ഉള്ള കാര്യം പറഞ്ഞാൽ എന്താ? അതുകൊണ്ട് പച്ചയ്ക്ക് പറയാം, നിങ്ങൾ അതുകൊണ്ട് ആ പരിസരത്തേക്ക് ആ മുതലിനെ അടുപ്പിക്കരുത്. അങ്ങനെ വരികയാണെങ്കിൽ വല്ല ചൂലിൽ ചാണം പുരട്ടി ചതക്കോ പുതക്കോ എന്ന് അടിച്ചിട്ട് നാട് കിടത്തുക. അവനെ അങ്ങനെയൊക്കെ ഓടിച്ചു വിടാനേ പറ്റുള്ളൂ. നാണമില്ലാത്തവൻ, അങ്ങനെ പറയാം, നാറി, കഷ്ടം. അപ്പോൾ ഗൈസ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.